എല്ലാവർക്കും നമസ്കാരം. 4ാം ക്ലാസ്സിലെ പുസ്തകം മാറിയതിനു ശേഷം വരുന്ന ആദ്യത്തെ എക്സാമാണ് ഈ ഓണപരീക്ഷ. ഇതുമായിട്ട് ബന്ധപ്പെട്ട ചോദിക്കാൻ സാധ്യതയുള്ള ചില ചോദ്യങ്ങൾ നമുക്ക് പരിചയപ്പെടാം. ഒന്നാമത്തെ ചാപ്റ്ററിൽ ജോമെട്രിക്കൽ ഷേപ്സ് ആണ് പ്രധാനപ്പെട്ട ടോപ്പിക്. ജാമിതീയ രൂപങ്ങൾ. ജാമിതീയ രൂപങ്ങൾ എണ്ണാനും എഴുതാനും പരീക്ഷയ്ക്ക് ചോദിക്കാം. ജാമിതീയ രൂപങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ചിത്രങ്ങൾ വരയ്ക്കാൻ ആവശ്യപ്പെടാം. ഇത് സ്റ്റാർട്ടിങ് ഏറ്റവും ഈസി ആയിട്ടുള്ള ലെവലിൽ ചോദ്യം ആയിരിക്കും. എന്നിട്ടുള്ള ചിത്രത്തിൽ നിന്ന് വൃത്തങ്ങൾ എണ്ണി എഴുതാനോ ട്രയാങ്കിൾസ് എണ്ണി എഴുതാനോ അങ്ങനെയുള്ള ചോദ്യങ്ങളായിരിക്കും പ്രതീക്ഷിക്കാവുന്നത്. അല്ലെങ്കിൽ ചിത്രം വരയ്ക്കാൻ ചോദിക്കാം. രണ്ടാമത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്ക് ദ ഡിഫറൻസ് ബിറ്റ്വീൻ റെക്റ്റാങ്കിൾ ആൻഡ് സ്ക്വയർ. സ്ക്വയറും റെക്റ്റാങ്കിളും തമ്മിലുള്ള ബന്ധം തിരിച്ചറിയും. അതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യുകയായിരിക്കും മറ്റൊരു ചോദ്യം. അപ്പൊ ഇവിടെ ചോദിച്ചേക്കുന്നത് എക്സ് മാർക്ക് അഗൻസ്റ്റ് ദ സ്റ്റേറ്റ്മെന്റ് വിച്ച് ഇസ് നോട്ട് എ ക്യാരക്ടറിസ്റ്റിക് ഓഫ് എ റെക്റ്റാങ്കിൾ. ക്യാരക്ടറിസ്റ്റിക് മീൻസ് ഫീച്ചർ. റെക്റ്റാങ്കിളിന്റെ ഫീച്ചർ അല്ലാത്തത് ഏത് എന്നാണ് ചോദിച്ചേക്കുന്നത്. ഹാവ് 4 സൈഡ്സ്, ഹാവ് 4 കോർണേഴ്സ്, ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഈക്വൽ. ഇത് മൂന്നും റെക്റ്റാങ്കിളിന്റെ ഫീച്ചേഴ്സ് ആണ്. പക്ഷെ റെക്റ്റാങ്കിളിന്റെ ഫീച്ചർ അല്ല ഓപ്പോസിറ്റ് സൈഡ് ആർ നോട്ട് ഈക്വൽ. ഇത് തെറ്റാണ്. തെറ്റായിട്ടുള്ളത് അടയാളപ്പെടുത്താനായിരുന്നു ചോദിച്ചിട്ടുള്ളത്. മറ്റു ചോദ്യം ചതുരങ്ങളുടെ എണ്ണം എത്ര എന്നുള്ള ചോദ്യമാണ് ചോദിച്ചേക്കുന്നത്. ഇതിൽ 5 ചതുരങ്ങളാണ് ഉള്ളത്. ബേസിക് ആയിട്ടുള്ള രൂപം വരയ്ക്കുക, അതിനെ 2 പാർട്ടാക്കുക. ഔട്ടർ വലുതുണ്ട്, ഇവിടെ 1, അതിനുശേഷം ഇതിൻ്റെ അകത്ത് വീണ്ടും ഒരെണ്ണം. ടോട്ടല് 5 എണ്ണമാണ് വരുന്നത്. ഇത് മലയാളം പഠിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. മറ്റൊന്ന് ബിയോണ്ട് 10,000 അതിനോടൊപ്പം നമ്പേഴ്സും ഉൾപ്പെടുന്ന 2-3 ചാപ്റ്ററുകളിൽ നിന്ന് ചോദിക്കാവുന്ന ചോദ്യങ്ങളാണ്. സംഖ്യയുടെ സ്ഥാനവില നൽകിയിട്ടുണ്ടാവും, അതിനനുസരിച്ച് സംഖ്യയെ ക്രമീകരിക്കുക. ഇപ്പൊ ഇവിടെ 300s എന്നാണ് ചോദ്യം തുടങ്ങുന്നത്. അപ്പൊ 300 ആദ്യമേ എഴുതുക. 8 tens 80 എന്ന് എഴുതുക. അങ്ങനെ ഓരോ സംഖ്യകളും ക്രമത്തിൽ അറേഞ്ച് ചെയ്യുക എന്നുള്ളതാണ് ചോദ്യം. 25 100 വരുമ്പം 25 × 100, അതായത് 2500 ആണ് എന്നുള്ള കൺസെപ്റ്റില് ക്രമീകരിക്കുകയും എഴുതുകയും ചെയ്യണം. ചോദ്യങ്ങളൊന്ന് വായിച്ചു നോക്കുക. പ്രാക്ടീസ് ടെസ്റ്റിന് വേണ്ടി അഡീഷണൽ ചോദ്യങ്ങൾ നൽകിയിട്ടുണ്ട്. ഒന്നാമത്തത് ചെയ്ത് കാണിക്കാം. 9000. അപ്പം 9 × 1000 9000. 9000. അടുത്തത് 500. അപ്പോൾ അതിൻ്റെ പൊസിഷൻ അനുസരിച്ച് എഴുതുക. 500. 610 എന്ന് പറഞ്ഞാൽ 60. 4 9564 എന്നുള്ളതാണ് ആൻസർ. ഈ രീതിയിൽ പ്രാക്ടീസ് ടെസ്റ്റ് ചെയ്തു നോക്കുക. 2160 കുറിച്ച് ശരിയായത് ഏത്? 2000ഉം 610 ചേർന്നാൽ എത്രയാവും? 2000 എന്ന് പറഞ്ഞാൽ 2010 610 60ആണ്. 2060 എന്നേ വരും. 2160 ഏതാണ് എന്നുള്ളത് ഇതിൽ നിന്ന് കണ്ടെത്തുക എന്നുള്ളതാണ് അടുത്ത ചോദ്യം. അതേപോലെ മറ്റൊരു മോഡൽ ചോദ്യം തരുന്നു. 8750. What is the correct statement about 8750? ഇവിടെ കുറച്ച് സംഖ്യാ സ്റ്റെപ്പുകൾ കൊടുത്തിട്ടുണ്ട്. സ്റ്റെപ്പുകൾ ഉപയോഗിച്ച് ഉണ്ടാക്കാവുന്ന ഏറ്റവും വലിയ സംഖ്യ ഏത്? അതിനോടൊപ്പം ആ കുട്ടി കയ്യിൽ പിടിച്ചുകൊണ്ടിരിക്കുന്ന 6475 എന്ന സംഖ്യ ഉണ്ടാക്കണമെങ്കിൽ ഏതെല്ലാം വേണം, ഏതെല്ലാം സ്റ്റെപ്പുകൾ വേണം എന്നുള്ളതാണ് അടുത്ത ചോദ്യം. ഇവിടുത്തെ ഏറ്റവും വലിയ സംഖ്യ കണ്ടുപിടിക്കാൻ എപ്പോഴും 9 വെച്ചുള്ളതായിരിക്കും ഏറ്റവും വലിയ സംഖ്യ. ആ രീതിയിൽ എഴുതുക. 9000 ഉണ്ട്. പിന്നീട് ഏറ്റവും വലുത് ഏതാണെന്ന് നോക്കുക. ഇവിടെ 800 ഉണ്ട്. 900 ഉണ്ടോ നോക്കുക. ഇല്ല. 9890. 90 ഉണ്ട് വലുത്. 96 ഉണ്ട്. ആ രീതിയിൽ എഴുതുക. അബാക്കസിന്റെ സ്ഥാനം. അബാക്കസുമായിട്ട് ബന്ധപ്പെട്ടൊരു ചോദ്യം ചോദിക്കാം. ഇതിൽ 1000ന്റെ സ്ഥാനത്ത് നിന്ന് ഒരു ബബിളിനെ എടുത്ത് നമ്മൾ 10ന്റെ സ്ഥാനത്തിട്ടു. അപ്പൊ ഇവിടെ 3 ആയിരങ്ങളേ ഉള്ളൂ. അപ്പൊ 3010 എന്നുള്ളത് കിട്ടും. ആദ്യം 4000 ഉണ്ടായിരുന്നു. അപ്പോൾ അത് 3010 ആയിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്ന് കുറച്ചാൽ ഇവ തമ്മിലുള്ള ഡിഫറൻസ് കിട്ടും.
വിച്ച് ഓഫ് ദ ഫോളോയിങ് 5083 എന്ന് വായിച്ച്, അതായത് 5083, ഇതിൽ ഏതാണ് 5083 എന്ന് എഴുതിയേക്കുന്നതെന്ന് കണ്ടെത്തുക. മൾട്ടിപ്പിൾ ചോയ്സിലുള്ള ചോദ്യം ചോദിക്കുന്നുണ്ട്. ക്വസ്റ്റ്യൻ പാറ്റേണിൽ ധാരാളം മാറ്റങ്ങൾ വന്നിട്ടുണ്ടെന്ന് പത്രത്തിൽ നമ്മൾ വായിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ ക്ലാസ്സുകൾ, ക്വസ്റ്റ്യൻ പ്രാക്ടീസ് സെറ്റ് ക്വസ്റ്റ്യൻ തുടങ്ങിയവ വേണമെങ്കിൽ ഈ QR കോഡ് സ്കാൻ ചെയ്ത് നിങ്ങൾക്ക് ചാനൽ ഫോളോ ചെയ്യാവുന്നതാണ്. പിന്നീട് മറ്റൊരു ചോദ്യം, അസെൻഡിങ് ഓർഡർ ഓർ ഡിസെൻഡിങ് ഓർഡർ, വലുതിൽ നിന്ന് ചെറുതിലേക്കോ ചെറുതിൽ നിന്ന് വലുതിലേക്കോ ക്രമീകരിക്കാനുള്ള ഒരു ചോദ്യം ഉണ്ടാകും. പാറ്റേൺ കണ്ടുപിടിക്കാനുള്ള ഒരു ചോദ്യം ഉണ്ടാകും. ഇവിടെ ആദ്യത്തെ രണ്ട് പദങ്ങൾ തമ്മിൽ